വാഹനത്തിനകത്തിരുന്നുകൊണ്ട് വാഹനത്തിൻ്റെ ടയർ പ്രഷർ അറിയാൻ സാധിച്ചാലോ? TPMS അഥവാ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇപ്പോഴത്തെ പുതിയ മോഡൽ ടോപ്പ് വേരിയൻ്റ് വാഹനത്തിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ കാണുന്ന സ്റ്റെല്ലർ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഇതിനകത്ത് 4 സെൻസേഴ്സ് വരുന്നുണ്ട്. 4 ടയേഴ്സിലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് ഇരുന്നറിയാൻ സാധിക്കും. അതായത് ടയറിനകത്തുള്ള ചൂട് എത്രയാണ്, ടയറിൻ്റെ പ്രഷർ എത്രയാണ്, വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പം ഈ ഒരു സംഗതി കിടുവല്ലേ? ഇതിന് അഡീഷണൽ ആയിട്ടുള്ള വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരുന്നില്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ പോലെ തന്നെ ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explorer. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ ടൈപ്പ് ഒരുപാട് പ്രോഡക്ട്സ് വരുന്നുണ്ട്. ഒരുപാട് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാപ്പിൽ വരുന്നതല്ല, നമ്മുടെ റിമ്മിനകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഏതായാലും ഈ പ്രോഡക്റ്റിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഞാനൊന്ന് പറഞ്ഞു പോയേക്കാം. ഇതിൻ്റെ ഫാസ്റ്റ് ഓർ ലോ ലീക്കേജ് വാർണിംഗ് ഒക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. അതായത് ടയറിൻ്റെ കാറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാർണിംഗ് കാണിക്കുന്നതായിരിക്കും. ഹൈ കൂടുതലുണ്ടെങ്കിൽ വാർണിംഗ് കാണിക്കുന്നതായിരിക്കും. ടയേഴ്സ് വരെ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ടയർ പ്രഷർ വരുന്നത് 0 to 99 PSI വരെ ഇതിന് റീഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെയൊക്കെ നോർമൽ വാഹനത്തിൽ വരുന്നത് 30 to 35 PSI ആണ് വരുന്നത്. അപ്പം കംഫർട്ടബിൾ ആയിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഇൻറ്റേർണൽ സെൻസർ കിറ്റാണ് ഈ വരുന്നത്. ഏതായാലും നമുക്ക് ഇതിനെ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. അതിൻ്റെ മുമ്പ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 12,999, അതായത് 13,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഒരു C ടൈപ്പ് ആണ് വരുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ സോളാർ ടൈപ്പാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അതായത് സോളാറിലും കിട്ടും, C ടൈപ്പ് ചാർജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പിന്നെ പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ മാനുവൽ കാണാൻ സാധിക്കും. ഒരു കുഞ്ഞൻ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ഡിസ്പ്ലേ ഇപ്പോൾ ഓണാണ്. ഞാൻ ജസ്റ്റ് C ടൈപ്പ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയതാണ്. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഓരോ സെൻസേഴ്സിൻ്റെയും അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അത് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അത് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ സോളാർ പാനൽ വരുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ, ഇത് ഓരോ സെൻസേഴ്സാണ് വരുന്നത്. ഇതാണ് നമ്മുടെ സെൻസേഴ്സ് വരുന്നത്. അതായത് ഇതാണ് നമ്മുടെ റിമ്മിനകത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് സാധാരണ നമ്മുടെ ടയറിൻ്റെ പ്രഷർ ഫില്ല് ചെയ്യുന്ന വാൽവാണ് നമ്മളിത് ഈ കാണുന്നത്. ഇതാണ് ടയർ പ്രഷർ ഫില്ല് ചെയ്യുന്ന വാൽവ്. അതായത് നമ്മുടെ വാഹനത്തിലുള്ള വാൽവ് ഊരിയേച്ചും ഇത് അകത്തുകൂടെ കയറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. ഇതാണ് ഇതിൻ്റെ സെൻസർ യൂണിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് ടയർ പ്രഷർ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും എത്രയാണ് ഇവിടെ കിട്ടുന്ന റീഡിങ് അത് വളരെ കൃത്യമായിട്ട് ഈ ഒരു മോണിറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് 24/7 വർക്കിംഗ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് സോളാർ യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അഥവാ നമുക്കിവിടെ ഒരു C ടൈപ്പ് പോർട്ടും ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം ഈ ഒരു ടൈപ്പ് മാത്രമല്ല, ഇത് കുറച്ച് കൂടിയൊരു മോഡലാണ്. ഇത്രയും പ്രൈസ് വരത്തില്ല. ഏകദേശം ഇതിന് കുറേ കൂടെ ഏകദേശം ഒരു 5% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടൈപ്പ് അഫോർഡബിൾ അല്ലാത്ത ആൾക്കാർക്ക് ക്യാപ്പ് ടൈപ്പ്, അതായത് ഈ കാണുന്ന ഒരു എയർ ക്യാപ്പ് ടൈപ്പ് തന്നെ വാങ്ങാൻ കിട്ടും. പക്ഷേ അതിന് വരുന്ന കുഴപ്പം കൂടെ പറഞ്ഞുതരാം. ആരെങ്കിലുമൊക്കെ ജസ്റ്റ് വന്ന് ഈ ക്യാപ്പ് ഊരിക്കൊണ്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയൊക്കെ പോകുന്നുള്ളതുകൊണ്ടാണ് അതിനെന്തെങ്കിലും ഒരു മിസ്സിങ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റീഡിങ് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഇതൊന്നും ആരും ഊരിക്കൊണ്ട് പോകുന്ന പേടിക്കണ്ട. ഏതായാലും TPMS അഥവാ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് എല്ലാം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 1, 2, 3, 4 സെൻസേഴ്സാണ് വരുന്നത്. അതായത് 4 ടയേഴ്സിലും ഏതൊക്കെ ടയേഴ്സാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. RR എന്ന് പറഞ്ഞാൽ റിയർ റൈറ്റ് സൈഡ്, RL എന്ന് പറഞ്ഞാൽ റിയർ ലെഫ്റ്റ് സൈഡ്, FR എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് റൈറ്റ് സൈഡ്, FL എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ്. അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം. ഏതായാലും സംഗതി കിടുവാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ പ്രഷർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എത്രയുണ്ടെന്ന് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിലൊരു മെസ്സേജ് ഇട്ടേക്കും.